നാം പകുതി വെന്തവർ നീരറ്റുപോയവർ നാളെയെ കാണുവാൻ കാഴ്ചയില്ലാത്തോർ. നാം പകുതി വെന്തവർ നീരറ്റുപോയ സ്വയം പരിചയവൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ജീവിതഗന്ധിയായ രചനകൾ വായനക്കാർക്ക് സമ്മാനിച്ച എഴുത്തുകാരിയും കവയിത്രിയും പൊതുപ്രവർത്തകയുമായ ഉഷ ആനന്ദാണ് ഇന്ന് സ്ത്രീശക്തിയിൽ അതിഥി. നാം പകുതി വെന്തവർ നീരറ്റുപോയവർ നാളെയെ കാണുവാൻ കാഴ്ചയില്ലാത്തോർ. നന്മ വിതയ്ക്കുവാൻ നന്നറിയില്ലാത്തോർ. നമ്രശിരസ്സുമായി വ്യാജമുള്ളോർ. കാറ്റടിക്കുന്നുണ്ട്, കടലിരമ്പുന്നുണ്ട്, കവിതയായുള്ളം പിടയ്ക്കുന്നുണ്ട്. കായ്പാർന്ന കാലുകൾ തേങ്ങിക്കരയവേ കാഴ്ചയിൽ മാറാല പീള കെട്ടുന്നു. ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്ത് തമലം എന്ന സ്ഥലത്താണ്. തമലം എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയോടെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. അവിടെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനുണ്ട്, അതെ, പെരുമ്പടവം ശ്രീധരൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ് ഞാൻ ജനിച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മക്കൾ വിളിക്കും പോലെ ഞാനും ചാച്ച എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ആ സ്നേഹവാത്സല്യങ്ങൾ ആവോളം നുകർന്ന് വളർന്ന ഞാൻ ഒരു എഴുത്തുകാരിയായി മാറുകയായിരുന്നു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ എൻ്റെ രചന ഉണ്ടാകുന്നത്. നമ്മുടെ റേഡിയോ സ്റ്റേഷന് വേണ്ടിയിട്ട് ഞാനൊരു കഥ എഴുതി അയക്കുകയായിരുന്നു. എൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്ത് ഒരു പോസ്റ്റ് തൂണുണ്ട്. അതിൽ ഒരു പോസ്റ്റ് വെട്ടി ഇതിൽ ഞാനൊരു കഥ എഴുതി അതിനുള്ളിൽ കൊണ്ടിടുകയായിരുന്നു. എന്നാൽ എനിക്ക് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് എനിക്ക് എഴുതണമെന്നുള്ള അറിയില്ലായിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷം ആ കഥ മടങ്ങി വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനൊരു കൊച്ചു കുട്ടി എഴുതിയതാണെന്ന് ഞാൻ റേഡിയോ അമ്മാവനെന്നാണ് അതിന് അഡ്രസ്സ് കൊടുത്തത്. റേഡിയോ അമ്മാവനെന്ന് എഴുതിയിട്ട് കഥ എഴുതി അയക്കുകയായിരുന്നു. അതിൽ മറുപടി വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് പ്രസിദ്ധീകരണ യോഗ്യതയില്ലാത്തത് കൊണ്ട് മടക്കി അയക്കുകയാണ്, കഥ കുറച്ചുകൂടെ നന്നായി എഴുതി അയക്കണമെന്ന്. ഞാൻ പക്ഷേ 4ാം ക്ലാസ്സിലെ കുട്ടിയാണെന്ന് ഒരു പക്ഷേ അദ്ദേഹം അറിഞ്ഞിരിക്കില്ല. അതായിരുന്നു എൻ്റെ എഴുത്ത് വഴിയിലെ തുടക്കം. ഞാൻ പറഞ്ഞല്ലോ, പെരുമ്പടവം ശ്രീധരൻ സാറിൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ മക്കളും ഞാനും ഒന്നിച്ച് കളിച്ച് വളരുകയാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറി ചെല്ലുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ എഴുത്തുപുരയാണ്. ഞാൻ നേരെ ആ റൂമിനെയാണ് ചെന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടൻ പെന്നും മഷിക്കുപ്പിയും ആ റൂം നിറച്ചുള്ള പുസ്തകങ്ങളും എന്നെ വല്ലാതെ ആകർഷിക്കുമായിരുന്നു. ആ കൊച്ചുകുട്ടിയെ എഴുത്തെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഞാൻ എൻ്റെ ബന്ധുമിത്രാദികളുടെ വീട്ടിലും ആരുടെ വീട്ടിലും കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതമാണ് ഞാൻ ആ റൂമിൽ കാണുന്നത്. അത്രയേറെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ടേബിൾ എഴുതാനായിട്ട് ഉള്ള പേപ്പറും പെന്നും ഒക്കെ കൂടെ അടുക്കി വച്ചിരിക്കുന്നത് എന്നെ ഒരുപാട് എന്നെ ആകർഷിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ മെല്ലെ എഴുത്തിലേക്ക് നീങ്ങി തുടങ്ങി എന്ന് തന്നെ പറയാം. എൻ്റെ കയ്യിൽ കിട്ടുന്ന ചെറിയ പേപ്പറുകളൊക്കെ എടുത്ത് കൊച്ചു കഥകൾ ഞാൻ എഴുതാൻ തുടങ്ങി, കൊച്ചു കവിതകൾ എഴുതാൻ തുടങ്ങി. ഇതെന്താണെന്ന് എനിക്കറിയില്ല, എഴുതും, ചുരുട്ടി അങ്ങ് ദൂരെ കളയും, ഇതായിരുന്നു പതിവ്. അങ്ങനെ പഠിത്തം ഇടയിൽ വെച്ച് എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. കാര്യം എന്താ വെച്ചാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ വിവാഹം നടന്നു. ആ കാലത്ത് 1980 എൻ്റെ വിവാഹം. 18 വയസ്സ് പൂർത്തിയാവണം വിവാഹത്തിന് ഉള്ള പ്രായപൂർത്തിയാകണമെന്നുള്ള നിയമം 1980 വന്നത്. അതിന് തൊട്ട് മുന്നേ ഞങ്ങളുടെ കല്യാണം നടന്നു കഴിഞ്ഞു. വിവാഹത്തോടു കൂടി ഇവിടെ വന്നു. ഇവിടെ അദ്ദേഹം ബിസിനസ്സാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു ടെക്സ്റ്റൈൽസാണ്. അപ്പോൾ കടയിൽ ഞാനും പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇരുന്നും എനിക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ എഴുത്താണ് എൻ്റെ ജോലി. എന്തെങ്കിലുമൊക്കെ എഴുതും. ഇതിനിടയ്ക്ക് മോള് ജനിച്ചു. അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ സൗകര്യം എനിക്ക് എഴുതാനായിട്ട്. വീണ്ടും എഴുത്ത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഷയം. കഥകളാണ് ആദ്യം എഴുതി തുടങ്ങിയെങ്കിലും കവിതയിലേക്ക് പൂർണ്ണമായി മാറാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 2011 മാർച്ച് മാസം 11-ാം തീയതി 11 മണിക്ക് ഞാൻ അടുക്കളയിൽ പാചകത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു സമ്മർദ്ദം തോന്നി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നേരെ ഫ്രണ്ടിലേക്ക് വന്നു, ടി വി ഓൺ ചെയ്ത് ടി വി നോക്കാൻ തുടങ്ങിയപ്പോൾ ന്യൂസ് ചാനലിൽ ജപ്പാനിൽ സുനാമി ദുരന്തം
അതിഭയങ്കര സുനാമി ദുരന്തത്തിൽ ഇങ്ങനെ കടൽ കരയെ വിഴുങ്ങിക്കൊണ്ടു പോകുന്ന ആ രംഗം എൻ്റെ മനസ്സിൽ ഉണ്ടായ അതേ പ്രക്ഷുബ്ധത എൻ്റെ മനസ്സിലും ഉണ്ടായി തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വല്ലാതിരുന്ന് വീർപ്പ് മുട്ടണം. ആ സമയത്ത് ഇവിടെ എൻ്റെ ഈ ടീപ്പോയിൽ ഒരു കല്യാണ ലെറ്റർ കിടക്കുകയാണ്. ഈ കല്യാണ ലെറ്റർ എടുത്ത് ലെറ്റർ മാറ്റി വെച്ചിട്ട് ആ കവർ പൊളിച്ച് അവിടെ കിടന്നൊരു പെന്നെടുത്ത് എൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി വന്ന വരികൾ ആ സമയത്ത് ഞാൻ എഴുതാൻ തുടങ്ങി. അത് എഴുതി കഴിഞ്ഞപ്പോൾ അത് കണ്ണീർ തടാകമെന്ന് ഞാൻ അതിന് പേരുമിട്ട്. രൗദ്രഭാവത്തിൻ വേഷപ്പകർച്ചയാൽ പ്രപഞ്ചമാം നിലവറ താഴു തുറക്കവേ ജപ്പാനിൽ ജനതയെ കാർന്നു തിന്നുന്നിതാ സുനാമി എന്നൊരാരാക്ഷസത്തിരമാല. എന്തിനീ താണ്ഡവം മനുഷ്യ മക്കളോടായി കലിയടങ്ങാത്തൊരീ സംഹാര താണ്ഡവം. അമ്മേ പ്രകൃതിയെ മാപ്പു നൽകേണം, അമ്മയുടെ മക്കൾക്കായി മാപ്പു നൽകേണം. ആരാരോ ചെയ്യുന്ന ദുഷ്ചെയ്തിയാലിന്ന് ബലിയായി തൻ ജന്മം ഹോമിച്ചിടുന്നിതാ. ആയിരങ്ങൾ പതിനായിരങ്ങൾ അതിനുമെത്രയോ മടങ്ങാണ് നിസ്സഹായ ജീവികൾ. ആരോരുമില്ലാത്തോർ അനാഥ ജന്മങ്ങൾ, അമ്മിഞ്ഞ പാൽമണം മാറാത്ത കുഞ്ഞുങ്ങൾ. ആർത്തലയ്ക്കുന്ന രാക്ഷസത്തിരമാലയെ തടുക്കുവാൻ കൽപ്പില്ല മനുഷ്യ മക്കൾക്കിന്ന്. എണ്ണിയാലൊടുങ്ങാത്ത തിരമാല ഭീമന്മാർ സർവനാശം വിതച്ചു മുന്നേറവേ പ്രാണഭിക്ഷ യാചിച്ചു കൊണ്ടോടിയൊളിക്കുവാൻ നിമിഷാർത്ഥ നേരവും നൽകില്ല എന്നോ. പരമാണു കോടിയും ചത്തൊടുങ്ങുന്നിതാ ധരണിയാമമ്മേ മാപ്പേക്ക് മടങ്ങുക. ധരണിയാമമ്മേ മാപ്പേക്ക് മടങ്ങുക, മാപ്പേക്ക് മടങ്ങുക. ഇതായിരുന്നു എൻ്റെ ആദ്യ കവിത. അവിടുന്ന് തുടർച്ചയായി ഞാൻ 4 പുസ്തകങ്ങളിലൂടെ 300ഓളം കവിത എഴുതി. പെൺകനൽ, മൃദുമൊഴി, ചിലരങ്ങനെയാണ്, മരതകപ്പച്ച, അങ്ങനെ 4 പുസ്തകം ഞാൻ എഴുതി. ഇപ്പോൾ 5ാമത് ഒരു കഥാസമാഹാരമാണ് കാഴ്ചയുടെ ക്യാൻവാസ് എന്ന കഥാസമാഹാരം. അവിടെ എത്തി നിൽക്കുന്നു എൻ്റെ എഴുത്ത്. ഓരോ അംഗീകാരം കിട്ടുമ്പോഴും എൻ്റെ ഉത്തരവാദിത്വം കൂടുകയാണ്. അതുകൊണ്ട് ഒരു കവിത എഴുതണമെങ്കിൽ അത് മുമ്പ് ആണെങ്കിൽ നമ്മുടെ പെരുമ്പടം സാറ് എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, മോൾ എത്ര സമയം കൊണ്ടാണ് ഒരു കവിത എഴുതുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ചാച്ചാ അതൊരു 15-20 മിനിറ്റ് കൊണ്ട് എനിക്ക് എഴുതാൻ സാധിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നീ പ്രകൃതിയൊക്കെ നോക്കിയിരിക്കും, അവിടെ കാക്ക പോണതും ഇവിടെ പൂവിരിഞ്ഞ് നിൽക്കുന്നതും അതൊക്കെ നോക്കി എഴുതിയതല്ലേ, അതുകൊണ്ട് വളരെ പെട്ടെന്ന് എഴുതാൻ സാധിക്കും. ഇനി അങ്ങനെയല്ല, എഴുതി തുടങ്ങി കുറച്ച് നല്ലപോലെ തെളിഞ്ഞു തുടങ്ങുമ്പോൾ ഇതൊന്നുമല്ല എഴുത്തെന്ന് സ്വയം മനസ്സിലാവുകയും വളരെ ചിന്തിച്ച് ഒരുപാട് സമയമെടുത്ത് ആലോചിച്ച് മാത്രമേ പിന്നെ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഈ ഓരോ അംഗീകാരങ്ങളും എൻ്റെ ചുമതലാബോധം കൂടി വരികയാണ്. ഇപ്പോൾ വളരെ പ്രയാസമാണ് ഇപ്പോൾ കവിത എഴുതാൻ. മുമ്പ് വളരെ നിസ്സാരമായി എഴുതിക്കൊണ്ടിരുന്ന ഓരോ കവിതകളും ഇപ്പോൾ അത് എനിക്ക് ഏറ്റവും പ്രയാസമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ ആലോചിച്ചെടുത്ത് ഓരോ വരിയും തെറ്റാതെ എഴുതിയാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്ന പുസ്തകം അപ്പോഴേ മാത്രമേ പുസ്തകം പ്രിൻ്റ് ചെയ്താലും അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുള്ളൂ എന്ന് ഞാനിന്ന് തിരിച്ചറിയുന്നു. എൻ്റെ 3ാമത്തെ പുസ്തകം ചിലരങ്ങനെയാണ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് ഞാൻ വളരെ ആദരവോടെ ചാച്ച എന്ന് വിളിക്കുന്ന പെരുമ്പടം ശ്രീധരൻ സാറ് തന്നെയാണ്.
അപ്പോൾ സാറ് പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു, അടുത്ത് നീ ഒരു കഥ എഴുതണം, അത് കഴിഞ്ഞിട്ട് നോവലിലേക്ക് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു, ചാച്ചാ ഇതെന്നെക്കൊണ്ട് സാധിക്കുമോ, എനിക്കൊരു കഥ എഴുതാൻ സാധിക്കുമോ എന്ന് അദ്ദേഹത്തോട് സംശയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും കഴിയുമെന്ന്. അതെൻ്റെ മനസ്സിലേക്ക് അത് നടപ്പിലാക്കണം എന്നൊരു ചിന്തയോടുകൂടി വന്നിരുന്ന് കഥ എഴുതാൻ തുടങ്ങി. അങ്ങനെ 22 കഥകൾ ഉൾപ്പെട്ടതാണ് കാഴ്ചയുടെ ക്യാൻവാസ് എന്ന കഥ. അത് എഴുതി വളരെ അഭിമാനപൂർവ്വം പ്രകാശനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തപ്പോൾ അദ്ദേഹത്തിനും എനിക്കും ഒന്നുപോലെ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് സന്തോഷം രേഖപ്പെടുത്തുകയുണ്ടായി. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്തൊരു അനുഭവമാണ്. അദ്ദേഹം പറഞ്ഞ പോലെ കഥ എഴുതാൻ സാധിച്ചു എന്നത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്തൊരു സംഭവം തന്നെയായി മാറി. എൻ്റെ കഥയും കവിതയും ആശയം ജനിക്കുന്നത് കൂടുതലും എൻ്റെ നേർക്കാഴ്ചകളിലൂടെ തന്നെയാണ്. ഇവിടെ ഈ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന തിന്മകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും വിരഹങ്ങളും ഇതൊക്കെ എൻ്റെ കവിതയായും കഥയായും മാറുകയാണ് ചെയ്യുന്നത്. കൂടുതലും അങ്ങനെ തന്നെയാണ്. ചിന്തയിലൂടെ എഴുതുന്നതിനേക്കാൾ ഉപരി നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് കഥയും കവിതയും ആക്കുന്നതായിരിക്കും എനിക്ക് കൂടുതലിഷ്ടം. എൻ്റെ 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുന്നേ എൻ്റെ വിവാഹം നടന്നു. ഞങ്ങൾക്ക് ഒരു മോളാണ്, അവൾ അഡ്വക്കേറ്റ്, ബാംഗ്ലൂർ താമസിക്കുകയാണ്. മരുമകൻ എൻജിനീയർ, അദ്ദേഹം അവിടെ IT ഫീൽഡ് വർക്ക് ചെയ്യുന്നു. അവർക്ക് 2 കുട്ടികളുണ്ട്. ഇതാണ് അങ്ങനെ ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത്. വളരെ സന്തുഷ്ട കുടുംബം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം അതതിൻ്റെ കാലഘട്ടത്തിലനുസരിച്ച് മാറുന്നില്ല, എല്ലാം കൂടെ ചേർന്നതാണ് ഒരു സ്ത്രീ എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അമ്മ എന്ന റോളിലും ഭാര്യ എന്ന റോളിലും അമ്മായി അമ്മ എന്ന റോളിലും അമ്മുമ്മ എന്ന റോളിലും മകളായിരുന്നപ്പോഴും എല്ലാ റോളും ഞാൻ ആസ്വദിച്ചു. പക്ഷേ എൻ്റെ ഈ എഴുത്ത് വഴിയിൽ ഉള്ള ജീവിതം ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് സന്തോഷം നൽകുന്നത്. അത് ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു. എഴുത്തിന് പ്രത്യേകിച്ച് എനിക്ക് സമയമൊന്നും ഞാൻ നിശ്ചയിക്കാറില്ല. ഒരു പക്ഷേ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു ത്രെഡ് കിട്ടുമ്പോൾ ഞാൻ അപ്പോൾ എഴുന്നേറ്റ് ആ സമയത്ത് വന്നിരുന്ന് എഴുതുന്നതാണ് പതിവ്. എൻ്റെ ജീവിത പങ്കാളി ശ്രീ ആനന്ദൻ, അദ്ദേഹം എൻ്റെ എഴുത്തിൽ ഒരുപാട് എന്നെ സഹായിക്കുന്നുണ്ട്. ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ 9 മണിയോ 10 മണിയോ വരെയൊക്കെ ഇരുന്ന് എഴുതുന്ന സമയത്തും അദ്ദേഹം ആ പ്രദേശത്ത് വരികയില്ല, എന്നെ യാതൊരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യില്ല. അങ്ങനെയാണ് കുറേ അവാർഡുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചത് എന്ന കാര്യത്തിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുകയാണ്. അദ്ദേഹം സുഖമില്ലാതെ മണിപ്പാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയത്താണ് എനിക്ക് വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ 5 റെക്കോർഡുകൾ കിട്ടിയത്. മഞ്ചരി ബുക്സിലൂടെ 131 എഴുത്തുകാർ ഒന്നിച്ച് ഒരേ സമയത്ത് അവരുടെ പുസ്തക പ്രകാശനം നടത്തിയതിൻ്റെ പേരിൽ കേരള ബുക്ക് ഓഫ് റെക്കോർഡ്, വിമൻസ് വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ 5 റെക്കോർഡ്സ് അപ്പോൾ കിട്ടി. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പക്ഷേ അദ്ദേഹം IC യൂണിറ്റിൽ കിടക്കുകയാണ്. എങ്കിലും ഡോക്ടറോട് പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു ഉഷ ആനന്ദ് ആരാന്ന് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ അകത്ത് വിളിക്കുകയാണെന്ന്. വാസ്തവത്തിൽ ഞാൻ വല്ലാതെ പേടിച്ചാണ് IC യൂണിറ്റിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെ കാണാൻ അകത്ത് കയറി പോവുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ആ മാനസിക നില എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരു ആ സമയത്ത് എനിക്കുണ്ടായ പ്രഷർ പറഞ്ഞറിയിക്കാൻ കണക്കില്ല. ഞാൻ അകത്ത് കയറിപ്പോയപ്പം അദ്ദേഹം ചിരിച്ചുകൊണ്ട് കിടക്കുക. പിറ്റേ ദിവസമാണ് എനിക്ക് ഈ അവാർഡ്. അപ്പോൾ തലേ ദിവസം ബാംഗ്ലൂരിൽ ഞാൻ മകളുടെ വീട്ടിലായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം വന്നാണ് ഈ അവാർഡ് വാങ്ങാനുള്ളത്. എറണാകുളത്താണ് നടക്കുന്നത് അവാർഡ് ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടില്ല. പക്ഷേ പോയി വാങ്ങണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ വെച്ചിട്ട് അദ്ദേഹം എന്നെ സത്യം ചെയ്യിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ എനിക്ക് ഒരു കുഴപ്പമില്ല, നാളെ ഞാൻ ഡിസ്ചാർജ് ആവും, നീ പോയി ഈ അവാർഡ് മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോളുടെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ അവാർഡ് വാങ്ങാൻ വേണ്ടി എറണാകുളത്ത് വന്നു, അവാർഡ് മേടിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അംഗീകാരം എന്ന് തന്നെ പറയാം. അതേ പ്രാധാന്യം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹം വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ആ അവാർഡ് വാങ്ങിച്ചതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു.
മനസ്സിനെ സ്വാധീനിച്ച് എഴുതിയ 2-3 കാര്യങ്ങളുണ്ട്. ഒരു കവിത, ഒരു കൊച്ചു കുട്ടി അതിൻ്റെ അമ്മയും അച്ഛനും രാവിലെ ജോലിക്ക് പോകും. 1 വയസ്സ് പ്രായം, 1.5 വയസ്സ് പ്രായം മുതൽ അതിൻ്റെ വലിയമ്മയും ഫാമിലി തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുകയാണ്. അവരുണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിൽ ഈ അച്ഛനും അമ്മയും ഈ കുട്ടിയെ അവരുടെ വീടിനകത്ത് വിട്ടിട്ട് കഥ ലോക്ക് ചെയ്ത് അവർ ജോലിക്ക് പോകും. എന്നാൽ അടുത്ത വീട്ടുകാരത്ര ശ്രദ്ധിക്കുകയില്ല. ഈ കുഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞ്, അവിടെ ഇരുന്ന് ഉറങ്ങി, അവിടെ ഇരുന്ന് വിഷമിച്ചിരിക്കുന്നതൊക്കെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ടത്. അതൊരു കവിതയായിട്ട് തന്നെ വന്നു എന്നിലേക്ക്, അതൊരു കവിതയായി പെയ്തിറങ്ങി. അങ്ങനെ അതൊരു സംഭവം. ഇതുപോലെ എൻ്റെ പുസ്തകത്തിൽ ഒരു കുട്ടി അവൾക്കൊരു ഇളയ കുഞ്ഞ് വേണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. ആരോ അവളോട് പറഞ്ഞു കൊടുത്തു, ചെന്ന് ദൈവത്തിൻ്റെ അടുത്ത് നീ പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് ഒരു അനിയനോ അനിയത്തിയോ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞ് ദൈവങ്ങളുടെ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസ്, ഇങ്ങനെയുള്ള ഏത് വിഭാഗത്തിൻ്റെതൊന്നുമില്ല, ഏതെങ്കിലും ഒരു ദൈവത്തിന് അവൾ കാണുകയാണെങ്കിൽ അവിടെ ചെന്ന് നിന്ന് പ്ലീസ് എനിക്ക് ഒരു അനിയനോ അനിയത്തിയോ എൻ്റെ വീട്ടിൽ തരുമോ. ഇങ്ങനെ ഈ കുഞ്ഞ് സ്ഥിരം ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഇതും എൻ്റെ മനസ്സിലേക്ക് ആഴത്തിലോടിയ ഒരു സംഭവമാണ്. അതൊരു നേർക്കാഴ്ചയെ അതൊരു കഥയാക്കി ഞാൻ മാറ്റി. അങ്ങനെ പല പല സംഭവങ്ങളും എൻ്റെ പുസ്തകങ്ങളിൽ ഉണ്ട്. അതൊരു പക്ഷേ ആ വീട്ടുകാർ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും വ്യക്തമായി ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ആ വീട്ടുകാർക്ക് മാത്രം മനസ്സിലാവും, മറ്റുള്ളവർക്കത് മനസ്സിലാകണമെന്നില്ല. ഞാൻ അങ്ങനെ എഴുതാറുണ്ട്. പൊതുപ്രവർത്തന രംഗത്തിൽ ഞാൻ 10 വർഷമായിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയായി ഞാൻ ചുമതലയേറ്റ് 10 വർഷം വനിതാ ഫോറം പ്രസിഡൻ്റായി ഇരുന്നു. ഇക്കഴിഞ്ഞ വർഷമാണ് എനിക്ക് എഴുതുന്നതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയപ്പോൾ ഞാൻ 1 വർഷത്തേക്ക് അതിൽ നിന്ന് വിടുതൽ വാങ്ങിച്ച് ഞാൻ ഇപ്പോൾ തത്കാലം പൊതുപ്രവർത്തനത്തിലില്ല. മറ്റ് പൊതുപ്രവർത്തനങ്ങളിലുണ്ട്. PN പണിക്കർ ഫൗണ്ടേഷൻ, ഗാന്ധി സ്മാരക നിധി, ഇതിലൊക്കെ ഞാൻ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പൊതുവേ അനീതി എന്ത് കണ്ടാലും എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ തോന്നില്ല. കോവിഡ് കാലത്ത് അതുപോലെ ആരെയും വീട്ടിൽ കയറ്റാത്ത കാലഘട്ടത്തിൽ അപ്പോൾ ഹോമിയോ മെഡിസിൻ ഞങ്ങളുടെ വീട്ടിലാണ്, ഇവിടെ കൊണ്ടുവയ്ക്കുമായിരുന്നു വളരെ നാൾ. ആരെയും വീട്ടിൽ കയറ്റാൻ പറ്റില്ലല്ലോ, അന്ന് പേടിയായി എല്ലാവർക്കും. ആ സമയത്ത് ഞാൻ ധൈര്യപൂർവ്വം ഹോമിയോ മെഡിസിൻ ഒരാൾ കൊണ്ട് ഇവിടെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ്. ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലുള്ള എല്ലാ വീട്ടുകാർക്കും ഞാൻ ധൈര്യപൂർവ്വം എത്തിച്ചു കൊടുത്തു. പക്ഷേ എനിക്ക് കോവിഡ് വന്നില്ല എന്നുള്ളതും വേറൊരു കാര്യമാണ്. അതെനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അങ്ങനെ അതുപോലെ ആ സമയത്തൊക്കെ ഞാൻ പൊതുപ്രവർത്തന മേഖലയിൽ സജീവമായിരുന്നു. സമൂഹത്തിൽ നടക്കുന്ന നന്മ തിന്മകളിൽ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു എഴുത്തുകാരി എന്നിരുന്നിട്ട് അതിൽ അർത്ഥമില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഈ അവസാനം ഞാൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിലൂടെ ഒന്ന് പോസ്റ്റ് ചെയ്തായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ദുരിതം നടന്ന സ്ഥലത്ത് പോയിട്ട് ഒരു കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞ് വളരെ സ്വന്തം അപ്പൂപ്പനെ ആ കുഞ്ഞ് സ്നേഹിക്കുന്ന പോലെ അദ്ദേഹം സ്വയം മറന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നുള്ള എല്ലാ ഇതും അദ്ദേഹം മറന്നുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഒരു സ്വന്തം അപ്പൂപ്പനെ പോലെ ലാളിക്കുന്ന കണ്ടു. ഞാനത് അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോ എടുത്ത് പൊതുവേ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് കാരണം ഒരു പൊതുപ്രവർത്തകയായിട്ട് ആണെങ്കിൽ പോലും ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താവല്ല, പൊതുപ്രവർത്തകയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം. എന്നാലും എനിക്കത് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല. ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ പ്രിയപ്പെട്ട ചാച്ചൻ ശ്രീ പെരുമ്പടവം ശ്രീധരൻ അദ്ദേഹം പറഞ്ഞതുപോലെ അടുത്ത നല്ലൊരു നോവൽ എഴുതണം എന്ന് തന്നെയാണ് അടുത്തതിൻ്റെ ഭാവിയിലെ ഏറ്റവും അതിൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ട് നടക്കുന്ന ഒരാഗ്രഹമാണ്. അത് തീർച്ചയായും ഞാൻ നിറവേറ്റും.